സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി ഉദയഭാനും ഭാര്യയും മകളോട് മുകളിൽ കയറിന്നോളാൻ പറയും. ഞങ്ങൾ വിളിക്കുമ്പോൾ നീ വന്നാൽ മതി എന്ന് പറയും. അപ്പം എന്നിട്ട് ഞങ്ങൾ വരാന്തയിൽ പോയി നിന്നിട്ട് അവരെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അച്ഛാ, അവരിവിടെ വരട്ടെ എന്നൊക്കെയാണ് അനിയത്തി പറയുന്നത്. അത് ശരിയാവില്ല, അത് പണക്കാരായ അഹങ്കാരികൾക്കാണ് പറ്റുമോ, നമ്മൾ അങ്ങനത്തെ പണക്കാരല്ല, അതുകൊണ്ട് വിനയുള്ള പണക്കാരാണ് എന്ന് പറഞ്ഞായിട്ട് ഭാര്യയും ഭർത്താവും മോളും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ശ്രീദേവി എനിക്ക് തലയ്ക്ക് കൈവച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ബാലനും കുടുംബവും വരുമ്പോൾ ആ വാ ബാല എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ ഉദയഭാനും എല്ലാവരും സ്വീകരിക്കുന്നു. ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും എന്താ ഈ പൂവും പഴങ്ങളൊക്കെ എന്ന് ശ്രീകല ചോദിക്കും. അത് ഞങ്ങളുടെ ഒരു ആചാരമാണ്, പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ പൂത്തട്ട് കൊണ്ടുവരുന്നതും പഴവർഗ്ഗങ്ങൾ കൊണ്ടുവരുന്നതും. അതെയോ, ഈ ബാലൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനു സാറിൻ്റെ വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നപ്പോൾ ബാലനോടൊരു കാര്യം പറയാം, സാറെന്നുള്ള വിളിയൊന്നും വേണ്ട, ഇനിയിപ്പോൾ നമ്മൾ ബന്ധുക്കളായി ഉദയഭാനു, അത് മതി, അത് ഞാൻ ശ്രമിക്കാം, പറ്റില്ല ചിലപ്പോൾ, കാരണം ഞങ്ങൾ കടക്കാരൊക്കെ മൊത്തത്തിൽ എല്ലാവരും സാറന്മാരെന്നാണ് വിളിക്കുക, അതുകൊണ്ട് എന്നാൽ ബാലൻ്റെ ഇഷ്ടം എന്ന് പറയും. ഇതാരാന്ന് ചോദിക്കും മിത്രന, ഇത് എൻ്റെ മരുമോളെന്ന് ഗോമതി പറയും, ആര്യൻ്റെ ഭാര്യ. ആര്യന് വരാൻ പറ്റില്ല, ആര്യന് ഒരുപാട് ജോലി തിരക്കുണ്ട്, അതുകൊണ്ട് ആര്യന് പകരം വന്നതെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി ഇവിടെ നിന്ന് സംസാരിക്കാണ്ട് ബായോ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പൂത്തട്ട് ബാലൻ ഗോമതിയുടെ കയ്യിൽ കൊടുക്കും. ഗോമതി പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്. ബാലനും ഗോമതിയും കൂടി പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ പൂത്തട്ടും ഫ്രൂട്ട്സും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പൂവെടുത്ത് കഴിഞ്ഞിട്ട് ശ്രീദേവിയുടെ തലയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൺകുട്ടീനെ വിളിക്കാൻ പറയും. അതിന് മുന്നേ തന്നെ നമ്മുടെ മാമൻ പറയും, കഥാനായികനെ വിളിക്ക്, ഇവിടെ ഒരാളിതേ കയറ് പൊട്ടിച്ച് നിൽക്കണ് കാണാമെന്ന് പറയും. അങ്ങനെ ശ്രീകല മോളെ വിളിക്കും. മോള് വരും. മോളിറങ്ങി വരുന്നുണ്ടപ്പോൾ തന്നെ ആനന്ദിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്ന് ശ്രീദേവിനെ തന്നെ നോക്കി നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കണം, എന്തെങ്കിലും മിണ്ടാനും പിടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ആനന്ദ് ആക്രാന്തത്തോടെ ശ്രീദേവിനെ നോക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ശ്രീദേവി ആണെങ്കിൽ വന്ന വഴി തന്നെ ബാലൻ്റെ കാല് തൊട്ട് നിറവേച്ചു, അതുപോലെ തന്നെ ഗോമതിയുടെ കാലും തൊട്ട് നിറവേക്കും. അപ്പോൾ ഉദയഭാനു പറയുന്ന നമ്മുടെ മോള് പറഞ്ഞു കൊടുത്തതിനേക്കാളും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, അത് പിന്നെ എൻ്റെ അല്ലേ മോള് എന്ന് പറയുന്നുണ്ട് പതുക്കനെ. അതിനുശേഷം ബാലൻ പെൺകുട്ടീനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയും, അയ്യോ ഇന്നത്തെ കാലത്ത് മുതിർന്നവരുടെ കാല് തൊട്ട് നിറവേക്കുന്ന പെൺകുട്ടികളെ കാണാൻ തന്നെ അവർപ്പണമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് അതിനുശേഷം അവിടെ പിടിച്ചിരുത്തി. പിന്നീട് ഗോമതി വളയൊക്കെ ഇടിയിക്കുന്നുണ്ട്. മീനാക്ഷി മുല്ലപ്പൂ ചാർത്തി കൊടുത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്ന്. ഇനിയിപ്പോൾ പെണ്ണിനും ചെക്കനും എന്താണ്, ഇനിയിപ്പോൾ ആനന്ദ് മോൻ ശ്രീദേവി മോളായിട്ട് സംസാരിക്കട്ടെ എന്ന് ഉദയഭാനു പറയും. അതെ, ഇനിയിപ്പോൾ സംസാരിക്കേ കാണേ എവിടെയെങ്കിലേക്കൊക്കെ പോകുകയെ കറങ്ങേ എന്ത് വേണമെങ്കിലും ആവാം, അതിനുള്ള ലൈസൻസ് ഉണ്ടെന്ന് ബാലനും പറയും. ആണോ അച്ഛാന്ന് ചോദിക്കും. അതെ. അങ്ങനെ ശ്രീദേവിനെയും കൊണ്ട് ആനന്ദ് പോകണ്. അങ്ങനെ ഇവരിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീദേവിനോട് ആനന്ദ് ചോദിക്കുന്നുണ്ട്, ഇത്ര നല്ല പെൺകുട്ടി, സാമ്പത്തികം, അതുപോലെ തന്നെ പഠിപ്പ്, സുന്ദരി, എന്നിട്ട് എന്നെ പോലെ ഒരു സാധാരണക്കാരനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഉത്തരമില്ല, എന്ത് പറയണമെന്ന് അറിയേണ്ടത്. പിന്നെ പഠിപ്പിനേക്കാളും സമ്പത്തിനേക്കാളൊക്കെ വലുതാണല്ലോ ആനന്ദേട്ട സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഉദയഭാനുനെയും ഭാര്യനെയും കാണിക്കുന്നുണ്ട്. ഉദയഭാനും ഭാര്യ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയക്കണം, കാരണം നമ്മളൊക്കെ കടക്കാരെങ്കിലും വന്നാൽ അതോടെല്ലാം തീരും. അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും അത് തന്നെയെന്ന് പറയും. പിന്നെ നിൻ്റെ സംസാരം തനി ലോക്കലാവുണ്ട് കേട്ടോ ശ്രീകലയെന്ന് ചോദിക്കും. ആണോ ഏട്ടാ എന്ന് ചോദിക്കും. അതെ, അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്, അങ്ങനെ എന്താന്ന് വെച്ചാൽ അതെയോ അങ്ങനെയൊക്കെ സംസാരിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ശരി, ഞാൻ ശ്രദ്ധിക്കാം. പിന്നെ നീ എന്നെ ഞാൻ അവരേക്ക് പോകണ്, ആ സമയത്ത് നീ എന്നെ ഫോണിൽ വിളിക്കണം കേട്ടോ, മിനിസ്റ്റർ ഓഫീസിൽ നിന്നും പറഞ്ഞിട്ട്, അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയും. അങ്ങനെ ഉദയഭാനും വീണ്ടും ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ബാല പിന്നെ എന്തൊക്കെയാക്കണം നമ്മുടെ പിള്ളേരെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ഫോൺ വരും. ഒരു മിനിറ്റ് ബാല എന്ന് പറയും. ഫോൺ വരും മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് പറയുമ്പോൾ ഞാനേ മിനിസ്റ്ററോട് പറയും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാനൊരു ഫംഗ്ഷനിലാണെന്ന് പറയും. അങ്ങനെ ഫോൺ വയ്ക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലൻ അങ്ങോട്ട് കൺട്രോൾ പോയി നിൽക്കുന്നു. ഇത്രയും വലിയ സ്റ്റാറ്റസുള്ള ഒരു മനുഷ്യനെ ഇനി ബന്ധുവായിട്ട് കിട്ടണം എന്നുള്ള അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നു ബാലൻ. ഇതേ സമയം തന്നെ പെണ്ണും ചെക്കനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മാമനും ആകാശം ഓടി വന്നു കഴിഞ്ഞിട്ട് പേടിപ്പിച്ച് സംസാരിച്ച് കളിയാക്കി. ഒരുപാട് നേരം കളിയാക്കിയിട്ടെങ്കിൽ അതേ മോളെ ഇവൻ രാത്രി പുറക്കത്തിൽ എന്തിട്ടാണ് പറയണേന്നറിയോ എന്നൊക്കെ ധർമ്മം പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. ദേവി എൻ്റെ ദേവി എന്നറിയും.
അങ്ങനെ കളിയാക്കും. അപ്പം പറയും അവർ ഇല്ലാട്ടോ ശ്രീദേവി ഇവർ വെറുതെ പറയുന്നതാണെന്ന് പറയും. അല്ലാട്ട മോളെ ഇത് തന്നെയാണ് ഇവന് പണി. അമ്പലത്തിൽ വെച്ച് കണ്ടതിന് ശേഷം ഇവൻ ഭൂമിയിലും അല്ല ആകാശത്തും അല്ലാട്ടോ നിൽക്കണേന്ന് പറഞ്ഞ് അവർ കളിയാക്കി അവരവിടെ നിന്ന് പോകും. പിന്നീട് മീനാക്ഷിയും ഗോമതിയും ഇത്രയൊക്കെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അനിയത്തി വരും ജ്യൂസൊക്കെ കൊണ്ട്. അനിയത്തിയോട് ചോദിക്കും മോൾ എത്രയിലാണ് പഠിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഡിഗ്രിക്ക് എന്ന് പറയും. അങ്ങനെ അതിനുശേഷം ആ പെൺകുട്ടി പോയി കഴിയുമ്പോൾ ബാലൻ ഓടി വന്നപ്പോൾ മിത്ര പറയുന്നുണ്ട് നല്ല വീട്ടുകാരല്ലേ. അതെ, നല്ല വീട്ടുകാരും നല്ല സാമ്പത്തികവും നല്ല സ്നേഹവും ദേവാൻ സാറിനും ഭാര്യയ്ക്കൊക്കെ എത്രയും സ്നേഹമാണെന്നൊക്കെ മിത്രയും പറയുന്നുണ്ട്. അവർ 3 പേര് ഗോമതിയൊക്കെ മനസ്സൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ബാലൻ വന്നിട്ട് പറയും അതെ ഞാൻ പറഞ്ഞില്ലേ എന്തായി ഇപ്പം നല്ല വീടല്ലേ നല്ല ഫാമിലിയല്ലേ ഈ ഒരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ മോൻ ഇത്രയും നാളും കാത്തിരിക്കേണ്ടി വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ബാലേട്ടാ അതിന് വേണ്ടിയിട്ടായിരിക്കും ആനന്ദ് ഇത്രയും നാളും കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെയൊക്കെ സംസാരിക്കുന്നു. എന്തായാലും ആ സമയത്ത് തന്നെ പറയും നമുക്ക് ഈ പെൺകുട്ടീനെ കാണാൻ പോകാൻ പറഞ്ഞിട്ട് മിത്രയും മീനാക്ഷിയും അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ആനന്ദിനെ ആനന്ദിനെ പേടിപ്പിച്ചിട്ട് പറയും അതെ ഇനി കുറച്ച് നേരമായില്ലേ സംസാരിക്കുന്നത് ഇനി അങ്ങ് സംസാരിക്കട്ടെ എന്ന് പറയും. അതിനെന്താ ദേവി ഇത് മീനാക്ഷി ഇത് മിത്ര എന്ന് പറയും. എൻ്റെ ആനന്ദേട്ടാ അവരെയൊക്കെ ഞങ്ങളെയൊക്കെ അമ്പലത്തിൽ വെച്ച് പരിചയപ്പെടുത്തി കൊടുത്തല്ലേ. അതെയോ ഞാനതൊക്കെ മറന്നു എന്ന് പറയും. സോറി എന്ന് പറഞ്ഞ് അതെ ശ്രീദേവി ഇനി നമ്മൾ 3 പേരായിരിക്കും ദേവമംഗലം അടക്കി ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തൊരുമയോടെ നല്ല സ്നേഹത്തോടെ സംസാരിക്കണം ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറഞ്ഞു കൊടുക്കുമ്പോൾ മിത്രനെ വലിയ ഗമയിൽ മിത്രനോട് അങ്ങോട്ട് കയറി സംസാരിക്കും ശ്രീദേവി. ആ സമയത്ത് മിത്ര ചോദിക്കും ശ്രീദേവി ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിക്കും. ഇപ്പോൾ പെട്ടുപോയില്ലേ ശ്രീദേവി കോളേജിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആകെ വായയിൽ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ തൊണ്ട ഇടറിയൊക്കെ ഇങ്ങനെ നിൽക്കണം എന്ത് പറയുന്നറിയില്ല. അത് അത് പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അതെയോ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും. എന്താണെന്നറിയും ഞാൻ എൻ്റെ കോളേജിൽ ഞാനൊരു നാടകം എഴുതുന്നുണ്ട് ഷേക്സ്പിയറിനെ കുറിച്ചാണ്. എനിക്കതിനെക്കുറിച്ച് ഒരു കഥ പറയുക എഴുതി തരും എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീദേവി അങ്ങോട്ട് വെട്ടിലാവും. ഷേക്സ്പിയറിന് കേട്ടിട്ട് പോലും ഇല്ലാത്ത പെണ്ണിനോടാണ് പറഞ്ഞത്. ആ സമയത്ത് ഗോമതിയും അതുപോലെ തന്നെ ശ്രീകലയും വരും. സ്ത്രീകളൊക്കെയാണെങ്കിലും മോളെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടക്കില്ല. അവരെ മുന്നിൽ കയ്യിൽ നിന്ന് പോകും. ഇത്രയുടെ മുന്നിൽ ഇത്രയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ പറ്റാണ്ട് ആകെ വെട്ടി വയർക്കും. ഞാനും എനിക്കും അറിയാമെന്ന് പറയുമ്പോൾ എനിക്കറിയാമെന്ന് പറയും. ആൻറ്റിക്ക് ആ കഥാപാത്രത്തിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോഴും ആകെ വെള്ളം കുടിച്ച പോലെ ആവുന്നുണ്ട്. അതിനുശേഷം വേഗം തന്നെ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആദ്യം ശ്രീകല പുറത്തേക്ക് പോകും. ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ സെൽഫി എടുക്കുമ്പോൾ ശ്രീകല മാത്രം ഫോട്ടോത്തിൽ നിൽക്കില്ല. എനിക്ക് ഫോട്ടോ എടുക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് പറയും. അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തുതരാമെന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് ശ്രീകല വേഗം പോകും. പിന്നെ ശ്രീദേവിനോട് ഗോമതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ ഈ അമ്മയുണ്ടല്ല പാവമാണ് ദേവമംഗലത്തെ റാണി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിയാക്കി അതെല്ലാവരും അപ്പോൾ അവർ രണ്ടുപേരൊക്കെ സത്യമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ ശ്രീദേവിനെ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ശ്രീകല വേഗം രക്ഷപ്പെടുത്തി അങ്ങനെ വളയൊക്കെ ഇട്ട് കഴിഞ്ഞ പിന്നെ 3 പവൻ്റെ വള കണ്ടോടുകൂടി തന്നെ കണ്ണൊക്കെ അങ്ങോട്ട് തള്ളി. ഉദയഭാനും ഭാര്യ 3 പവനൊക്കെ ഉണ്ടാവുമല്ലോ 2 ലക്ഷം രൂപയായിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നീ മിണ്ടാണ്ടിരിക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭാര്യയുടെ വായ പൊത്തുന്നു ചെയ്യുന്നത് ഉദയഭാനും. അതിനുശേഷം എല്ലാവരും കൂടെ യാത്ര പറയുന്നു. ഇനി കല്യാണം നിശ്ചയം ഉടനെ തന്നെ കല്യാണം എത്രയും പെട്ടെന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുത്ത് അവർ കാറിൽ കയറി ആനന്ദനെങ്കിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ടും പിന്നെ ശ്രീദേവിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ശരി മോനെ പോയിട്ട് വാന്ന് പറഞ്ഞ് ആൻറ്റി അങ്കിളും അങ്ങോട്ട് വരണം വീട്ടിലേക്ക് എന്ന് ഉറപ്പാ ഞങ്ങൾ വരാം മോനെ എന്നും പറഞ്ഞ് അവരെ യാത്രയാക്കി. അതിനുശേഷം ദൈവമേ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വിഗ് വെച്ചിട്ട് എനിക്ക് ചൊറിഞ്ഞിട്ട് പാടില്ല എന്ന് പറഞ്ഞ് ദൈവാനോ വിഗൊക്കെ വലിച്ചെറിയുന്നു. ഭാര്യരെയും അനിയത്തിരെയും മോളെയൊക്കെ സ്വർണ്ണമൊക്കെ വേഗം വാങ്ങി വെക്കുന്നുണ്ട്. മേടിക്കുന്നതിന് കൊണ്ടു കൊടുക്കണം. ഇനി കല്യാണം കുറിക്ക് ഇതേ തന്നെ മേടിച്ചിട്ടുണ്ടതിന് കാശ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പിന്നീട് ഒരു പെട്ടെന്നുള്ളൊരു വെപ്രാളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ദേവമംഗലമാണ്. ദേവമംഗലത്ത് ബാലൻ അഭിമാനത്തോടെ വന്നു കഴിഞ്ഞിട്ട് ഗോമതിയോട് ചോദിക്കുന്നു ഗോമതി ഞാൻ പൊങ്ങച്ചം പറയുന്നു വിചാരിക്കരുത് ഈ വീട്ടിലോ ഈ നാട്ടിലോ ഇത്രയ്ക്കും നല്ലൊരു ബന്ധം വന്നിട്ടുണ്ടോ ഗോമതി എന്ന് ചോദിച്ചപ്പോൾ അതില്ല ബാലേട്ടൻ പറഞ്ഞത് നേരിടുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ബാലൻ ഭൂമിയിലും ആകാശത്തല്ലാത്ത രീതിയിൽ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.